വാം വെൽക്കം എവരി വൺ. നമ്മൾ ഇന്നത്തെ ഈ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ ട്യൂട്ടോറിയലിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ബേസിക്കലി മാക്സ്വെൽസ് ഇക്വേഷനെ റിലേറ്റ് ചെയ്യുന്നതും സ്കിൻ ഡെപ്തിനെയും റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. At 1 MHz, a plane wave is incident normally on the surface of a medium for which conductivity equal to 4 mho per meter and relative permittivity epsilon r equal to 80. Find the depth of penetration at which the magnetic field is 1% of its value at the surface. So, depth of penetration തന്നെയാണ് സ്കിൻ ഡെപ്ത്. സ്കിൻ ഡെപ്തിൻ്റെ എക്സ്പ്രഷൻ ഡെൽറ്റ ഈക്വൽ ടു 1 by alpha equal to 1 by root of pi f mu sigma. Right? സോ അതിനോടൊപ്പം ഒരു പ്ലെയിൻ വേവ് 1 MHz ഉള്ള പ്ലെയിൻ വേവ് സർഫസിൽ നോർമലി ഇൻസിഡൻറ്റ് ചെയ്യും. സിമിലർലി അതിൻ്റെ ഫീൽഡ് വേരിയേഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഇലക്ട്രിക് ആണെങ്കിലും മാഗ്നറ്റിക് ആണെങ്കിലും എച്ച് ഇക്വൽ ടു, ഇപ്പോൾ മാഗ്നറ്റിക് നമ്മൾ എടുക്കുമ്പോൾ എച്ച് ഇക്വൽ ടു എച്ച് നോട്ട് ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് ആയിട്ടാണ് വേരി ചെയ്യുന്നത്. റൈറ്റ്? സോ ഇവിടെ ക്വസ്റ്റ്യനിൽ മാഗ്നറ്റിക് ഫീൽഡ് 1% ആവുന്ന സ്കിൻ ഡെപ്ത് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് പെനിട്രേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. റൈറ്റ്? സോ എച്ച് ഈക്വൽ ടു 0.01 എച്ച് നോട്ട് ആകുന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 1% ആവണം. സർഫസിൽ ഉണ്ടായിരിക്കുന്നതിൻ്റെ 1% വാല്യൂ ഏത് ഡെപ്തിലെത്തുമ്പോഴാണ് ഇത് വരുന്നു എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. റൈറ്റ്? സോ ഇപ്പോൾ കിട്ടിയ എച്ചിൻ്റെ വാല്യൂ ഞാൻ ഈ എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 0.01 എച്ച് നോട്ട് ഈക്വൽ ടു എച്ച് നോട്ട് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ്. എച്ച് നോട്ടും ക്യാൻസൽ ചെയ്യുന്നു. സോ ഒന്ന് 100 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 ഈക്വൽ ടു 100 ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ്. ദാറ്റ് ഈസ് 1/100 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ്. റൈറ്റ്? ഇനി രണ്ട് സൈഡിലും ലോഗരിതം എടുക്കാം. നാച്ചുറൽ ലോഗരിതം ആകും. സോ നാച്ചുറൽ ലോഗരിതം ഓഫ് 1/100 ഈക്വൽ ടു മൈനസ് ആൽഫ എക്സ് ഓർ നാച്ചുറൽ ലോഗരിതം ഓഫ് 100 ഈക്വൽ ടു ആൽഫ എക്സ്. റൈറ്റ്? സോ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് ആണ്. എക്സ് 1% ആവുന്നതായിരുന്നു. സോ എക്സ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് 100 ബൈ ആൽഫ. റൈറ്റ്? ദാറ്റ് ഈസ് നാച്ചുറൽ ലോഗരിതം ഓഫ് 100 ഡിവൈഡഡ് ബൈ ആൽഫ. ആൽഫ ഇതിൽ നിന്ന് റൂട്ട് ഓഫ് പൈ എഫ് മ്യൂ സിഗ്മയാണ്. സോ റൂട്ട് ഓഫ് പൈ എഫ് ഈ ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. ഫ്രീക്വൻസി കറസ്പോണ്ടിംഗ്ലി 1 MHz ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 10⁻⁶ ഇൻറ്റു മ്യൂവിനെ കുറിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ മ്യൂ ആർ 1 ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു. സോ മ്യൂ ഈക്വൽ ടു നമുക്കറിയാം മ്യൂ നോട്ട് മ്യൂ ആർ ആണ്. അപ്പം മ്യൂ ആർ 1 ആകുന്നതോടെ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ടായി. ദാറ്റ് ഈസ് 4π ഇൻറ്റു 10⁻⁻7 ആയി. അപ്പം മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് കണ്ടക്ടിവിറ്റി ദാറ്റ് ഈസ് 4. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 1.159 മീറ്റർ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് സർഫേസിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് 1% ആയിട്ട് ഫോൾ ആവുന്നത്. റൈറ്റ്? സോ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ്. ഗീവൺ ഇ ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ വൈ ഇൻ ഫ്രീ സ്പേസ്. ഫൈൻഡ് ഡി ബി ആൻഡ് എച്ച്. സോ ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് ബാലൻസ് ഉള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ്വെൽസ് ഇക്വേഷൻ മാത്രമാണത്. സോ ഇതിൽ ആദ്യം നമുക്ക് ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡി വേറൊന്നുമല്ല, ഡി ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ ആണ്. ഫ്രീ സ്പേസിന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെർമിറ്റിവിറ്റി എപ്സിലോൺ നോട്ടായിട്ട് ഞാൻ എടുക്കുകയാണ്. സോ ഡി ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇൻറ്റു ഈ വാല്യൂ ദാറ്റ് ഈസ് ഇ എം സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ വൈ. റൈറ്റ്? അപ്പം ഡി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന ബി ആണ്. അപ്പോൾ ഇയും ബിയും റിലേറ്റ് ചെയ്യുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ വഴിയാണ്. ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി ആണ്. റൈറ്റ്? ഇതിൽ എക്സ് വൈ ഇസഡ് അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഡെൽ ക്രോസ് ഇ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എ എക്സ് എ വൈ എ ഇസഡ്. നെക്സ്റ്റ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. എക്സിൻ്റെ കമ്പോണൻസ് നോക്കുക, ഒന്നുമില്ല. വൈൻ്റെ കമ്പോണൻറ്റ് ഉണ്ട്. ഇ എം സൈൻ ഒമേഗ ടി
മൈനസ് ബീറ്റ ഇസഡ്. റൈറ്റ്, ഇസഡ് കമ്പോണൻറ്റ് ഇതിനകത്തില്ല. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽ ക്രോസ് ഇ, റൈറ്റ്, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു എ എക്സിൻ്റെ കമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇല്ല, എ വൈയുടെ കമ്പോണൻറ്റ് ഇല്ല, എ ഇസഡിൻ്റെ കമ്പോണൻറ്റ് ഉണ്ട്. റൈറ്റ്, എ ഇസഡ് എന്ന് പറയുന്നത് എ ഇസഡ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ എം സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. റൈറ്റ്, ഇനി തിരിച്ചോട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ ഈ കമ്പോണൻ്റ് ഇല്ല, ഈ കമ്പോണൻ്റ് ഉണ്ട് താനും. സോ മൈനസ് എ എക്സ്, റൈറ്റ്, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇ എം സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. റൈറ്റ്, നെക്സ്റ്റ് ഇത് ഡിഫറൻസിയേഷനാണ് ചെയ്യേണ്ടത്. ഇവിടെ എ ഇസഡ് ഇൻറ്റു പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇവിടെ ഒരു എക്സിൻ്റെ ഒരു വാല്യൂ പോലും ഇല്ല, അതുകൊണ്ട് എക്സ് ഇൻറ്റു കോൺസ്റ്റൻ്റ് ആണ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് കോൺസ്റ്റൻ്റ് ആണ്. സോ അത് 0 ആയിട്ട് മാറി. റൈറ്റ്, നെക്സ്റ്റ് എ എക്സ്, ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ്. ഇ എം സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പം കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് ഇൻറ്റു മൈനസ് ബീറ്റ. റൈറ്റ്, ഇൻറ്റു മൈനസ് ബീറ്റ. സോ ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പം എ എക്സ് ഇ എം ബീറ്റ, റൈറ്റ്, മൈനസും മൈനസും ക്യാൻസലായി, എ എക്സ് ഇ എം ബീറ്റ കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. അതാണ് നമ്മുടെ മൈനസ് ഡോ ബി ബൈ ഡോ ടി. റൈറ്റ്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ബി ആണ്. റൈറ്റ്, അപ്പോൾ ഇനി ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ബി ഈക്വൽ ടു മൈനസ് ഇ എം ബീറ്റ കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്, ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഡിവൈഡഡ് ബൈ ഒമേഗ. റൈറ്റ്, കമ്പോണൻറ്റ് എ എക്സും ആണ്, അതിനോടൊപ്പം കോൺസ്റ്റൻറ്റ് ബി നോട്ട്. റൈറ്റ്, ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻറ്റ്. ബട്ട് ഈ കോൺസ്റ്റൻറ്റ് ബി നോട്ട് കാരണം ഉണ്ടാകുന്നത് എപ്പോഴും ഒരു സ്റ്റാറ്റിക് ഫീൽഡാണ്. അപ്പോൾ വേവ് പ്രൊപ്പഗേഷൻ ഈ സ്റ്റാറ്റിക് ഫീൽഡ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഫൈനൽ ആൻസർ ബി ഈക്വൽ ടു മൈനസ് ഇ എം ബീറ്റ ബൈ ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ എക്സ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എച്ച് ആണ്. നമുക്കറിയാം ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. റൈറ്റ്, അപ്പം ഇതിൽ നിന്ന് എച്ച് ഈക്വൽ ടു ബി ബൈ മ്യൂ ആണ്. ദാറ്റ് മീൻസ് എച്ച് ഈക്വൽ ടു ബി നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു, മൈനസ് ഇ എം ബീറ്റ ബൈ ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ എക്സ്. റൈറ്റ്, അതിനോടൊപ്പം ഡിവൈഡഡ് ബൈ മ്യൂ. സോ എച്ച് ഈക്വൽ ടു മൈനസ് ഇ എം ബീറ്റ ഒമേഗ ഫ്രീ സ്പേസ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഒമേഗ മ്യൂ നോട്ട് സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ എക്സ്. ഇനി ഞാനൊരു ഷോർട്ട് ടിപ്പാണ് പറഞ്ഞു തരുന്നത്. ഇതിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി തന്ന് കഴിഞ്ഞിട്ട് സിമിലർലി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇത് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പം എപ്പോഴും ഇങ്ങനെ ഒരെണ്ണം വരച്ചു നോക്കുക, എക്സ് വൈ ഇസഡ്. റൈറ്റ്, ഈ കാണിക്കുന്നത് ഇസഡ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേഷൻ. റൈറ്റ്, ഈ ക്വസ്റ്റ്യനിൽ ഇസഡ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേഷൻ. കാരണം വേറൊന്നുമല്ല, ഈ ഫേസ് കോൺസ്റ്റൻറ്റ് വരുന്ന ഡയറക്ഷനിലാണ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഇത് പ്ലസ് ഇസഡ് ഡയറക്ഷൻ ആയിരിക്കുന്ന മൈനസ് ബീറ്റ ഇസഡ് ആണ് നമ്മുടെ നാച്ചുറലി ഉണ്ടായിരിക്കുന്ന പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൺഫേംഡ് ആണ്, ഇത് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലാണ് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഇലക്ട്രിക് ഫീൽഡ് തന്നിരിക്കുന്നത് വൈ കോർഡിനേറ്റിലാണ്. റൈറ്റ്, അല്ലെങ്കിൽ വൈ ആക്സിസിലായിട്ടാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നത്. റൈറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള കൺവെൻഷനാണ് ഇവിടെ എപ്പോഴും എടുക്കേണ്ടത്, എക്സ് വൈ ഇസഡ്. റൈറ്റ്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വൈ കോർഡിനേറ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റിലായിരിക്കണം മാഗ്നറ്റിക് ഫീൽഡ്. ഒരിക്കലും ഇസഡ് കോർഡിനേറ്റിൽ, അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റ്സിൽ മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ വരില്ല. സോ അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റിലാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ ഇതേ കണക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ വൈയിൽ നിന്ന് എക്സിലോട്ട് എളുപ്പം പോകുന്നത് റിവേഴ്സ് ഡയറക്ഷനിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മൈനസ് സൈൻ വരും. അപ്പം അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് എ എക്സിലായിരിക്കും ആ കമ്പോണൻറ്റ് വരുന്നത്. അതാണ് നമ്മൾ നേരത്തെ ഇവിടെ ഡെറൈവ് ചെയ്ത് ബി ഈക്വൽ ടു മൈനസ് എ എക്സ് കമ്പോണൻ്റ് ആയിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് പാർഷ്യൽ
പാർഷ്യൽ അല്ല, ഡെൽ ക്രോസ് ഇ ഉപയോഗിച്ച് നമുക്കിത് കാൽക്കുലേറ്റ് എടുക്കാൻ പറ്റും. എനിവേ നമുക്ക് ആൻസറിൽ ഒരു കാര്യം കൺഫേം ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഉള്ളതിലൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് കോർഡിനേറ്റിലാണിത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എവിടെ വരുമെന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കഴിയും. റൈറ്റ്. So next question ഇപ്പോൾ find the frequency at which conduction current density and displacement current density are equal in sea water. Right. Conduction current JC equal to നമുക്കറിയാം സിഗ്മ ഇ. സിമിലർലി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ജെ ഒമേഗ, റൈറ്റ്, ജെ ഒമേഗ എപ്സിലോൺ ഇ ആണ്. ഇത് ഈക്വൽ ആകുന്നു എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസിയാണ് പറയുന്നത്. അപ്പം ഇത് നമ്മൾ നോക്കുമ്പം ഇയും ഇയും ക്യാൻസൽ ആവുന്നു. ദാറ്റ് മീൻ സിഗ്മ ഈക്വൽ ടു ജെ ഒമേഗ എപ്സിലോൺ. റൈറ്റ്. ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഫ്രീക്വൻസിയാണ്. ദാറ്റ് മീൻസ് സിഗ്മ ഈക്വൽ ടു ജെ ഇൻറ്റു 2πf എപ്സിലോൺ. റൈറ്റ്. ദാറ്റ് മീൻസ് എഫ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ ജെ ഇൻറ്റു 2π ഇൻറ്റു എപ്സിലോൺ. ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഫേസിൻ്റെ ഫാക്ടർ കോൺട്രിബ്യൂഷൻ എടുക്കണ്ട. സോ സിഗ്മ ബൈ 2π എപ്സിലോൺ. ദാറ്റ് മീൻസ് സിഗ്മ ഇവിടെ 4 ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2π കോൺസ്റ്റൻ്റ് ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ ആണ്. ദാറ്റ് മീൻസ് 8.854 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 1. ഇവിടെ എപ്സിലോൺ ആർ 1 ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 71.9 GHz ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ഈ ജെയുടെ കോൺട്രിബ്യൂഷൻ ആക്ച്വലി ഫേസ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ ജെ നമുക്കറിയാം ജെ ഈക്വൽ ടു ആംഗിൾ +90 ഡിഗ്രിയാണ്. 1/j ആകുമ്പം ആംഗിൾ -90 ഡിഗ്രി എന്ന് വരും. അത് ഫ്രീക്വൻസിയുടെ ഫേസ് ടൈം ആയിട്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ. റൈറ്റ്. സോ ഫൈനൽ ആൻസർ ഫ്രീക്വൻസി ഈക്വൽ ടു ഓൾമോസ്റ്റ് 72 GHz ആയിട്ട് വരും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കോപ്പർ വയർ ക്യാരീസ് 1 ആംപിയർ കറണ്ട് അറ്റ് 50 Hz. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഫോർ കോപ്പർ with epsilon equal to epsilon naught, mu equal to mu naught and conductivity equal to 5.8 into 10⁻⁷ Siemens per meter. റൈറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ് ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ നമുക്ക് ഫെമിലറൈസ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ജെ ഡി ഈക്വൽ ടു ജെ ഒമേഗ എപ്സിലോൺ ഇ ആണ്. സിമിലർലി കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ജെ സി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ യു ആണ്. റൈറ്റ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്ന ഐ ഡി ഈക്വൽ ടു അഗെയിൻ ജെ എന്ന് പറയുന്നത് ഫേസ് ഓഫർ ചെയ്യുന്ന ടൈം മാത്രമാണ്. സോ ഒമേഗ എപ്സിലോൺ ഇ ഇൻറ്റു ഏരിയ. റൈറ്റ്. കറണ്ട് ബൈ ഏരിയ ആണ് ബേസിക്കലി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ കറണ്ട് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. റൈറ്റ്. ഇനി അതിനോടൊപ്പം ഇവിടെ കോപ്പർ വയർ ക്യാരീസ് എ കറണ്ട് ഓഫ് 1 ആംപിയർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്. That means IC, right, conduction current equal to sigma E into A ആണ്. സിഗ്മ ഇ ഇൻറ്റു എ അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 1 ആംപിയർ എന്ന്. റൈറ്റ്. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഫോർമുലയിലേക്ക് വരാം. ഒമേഗയ്ക്ക് വേണ്ടി ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി കറസ്പോണ്ടിംഗ്ലി 50 Hz ആണ്. സോ 2π ഇൻറ്റു 50. റൈറ്റ്. ഇപ്പോൾ ഒമേഗയായി. നെക്സ്റ്റ് എപ്സിലോൺ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 8.854 ഇൻറ്റു 10⁻⁻12. റൈറ്റ്. അപ്പോൾ ഒമേഗയായി എപ്സിലോണായി. ഇനി ഇ എ ആണ് വേണ്ടത്. ഇതിവിടെ ഇനെ കുറിച്ചൊരു മെൻഷനിങ് നടത്തിയിട്ടില്ല. സിമിലർലി എനെ കുറിച്ച് മെൻഷനിങ് നടത്തിയിട്ടില്ല. അത് നമുക്ക് ഈ എക്സ്പ്രഷനിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇ എ ഈക്വൽ ടു ഐ സി ബൈ സിഗ്മ. റൈറ്റ്. ദാറ്റ് ഈസ് ഐ സി എന്ന് പറയുന്ന 1 ആംപിയർ ആയിട്ട് തരുന്നുണ്ട്. സിമിലർലി സിഗ്മയും തരുന്നുണ്ട് 5.8 ഇൻറ്റു 10⁻⁻7 +7. റൈറ്റ്. സോ നമുക്ക് ഇ എ ഇത് കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൈറ്റ്. ഇൻറ്റു ഇ എ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 100π ഇൻറ്റു 8.854 ഇൻറ്റു 10⁻⁻12 ഡിവൈഡഡ് ബൈ 5.8 ഇൻറ്റു 10⁻⁷. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 4.8 ഇൻറ്റു 10⁻⁻17 ആംബിയേഴ്സ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കണ്ടക്ടിംഗ് വയർ ഓഫ് റേഡിയസ് 1 millimeter ക്യാരീസ് എ കറണ്ട് ഐ സി ഈക്വൽ ടു 6 sin 4 ഇൻറ്റു 10⁻10 t micro amperes. Find the amplitude of the displacement current if epsilon equal to epsilon naught and conductivity equal to 3 into 10⁻⁷ Siemens per meter. Right.
സോ ഇവിടെ കണ്ടക്ടിങ് വയറിൻ്റെ റേഡിയസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് 1 മില്ലിമീറ്റർ എന്നും സിമിലർലി കറണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. റൈറ്റ്. സോ ഇവിടെ നമുക്ക് കണ്ടക്ടിങ് വയർ ഓഫ് റേഡിയസ് 1 മില്ലിമീറ്റർ എന്ന് പറയുമ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ആ വയറിൻ്റെ ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. റൈറ്റ്. അപ്പോൾ പൈ ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ. റൈറ്റ്. ദാറ്റ് ഈസ് പൈ ഇൻറ്റു 10⁻⁻6 ആണ് ഏരിയ. റൈറ്റ്. ഇനി കണ്ടക്ടിങ് വയർ ഓഫ് റേഡിയസ് 1 മില്ലിമീറ്റർ ക്യാരീസ് എ കറണ്ട് ഓഫ് IC. അപ്പം അതിൽ നിന്ന് നമുക്ക് JC കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. JC എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റിയാണ്. സോ അത് IC/A ആണ്. ഇവിടെ തന്നിരിക്കുന്ന IC ആണ്. സോ 6 ഇൻറ്റു സൈൻ 4 ഇൻറ്റു 10⁻10t മൈക്രോ ആംബിയർ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 10⁻6 ആംബിയേഴ്സ്. സോ നമുക്ക് കണ്ടക്ഷൻ കറണ്ട് ഈക്വൽ ടു 6/π സൈൻ 4 ഇൻറ്റു 10⁻10t ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. 10t ആംബിയർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പം ഇതിൻ്റെ സൈനിൻ്റെ കോൺസ്റ്റൻറ്റ്. സോ ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് JC ഈക്വൽ ടു 6/π. റൈറ്റ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ നമുക്കതിന് വേണ്ടി JC/JD നമുക്കൊന്ന് എഴുതി നോക്കാം. കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ടു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി. കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് σE ഡിവൈഡഡ് ബൈ J⍵ε⁴ ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു J ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഫേസിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ടേമാണ്. സോ σ/ω⍵ε എന്ന് കിട്ടി. ഇവിടെ നമുക്ക് JCയുടെ ആംപ്ലിറ്റ്യൂഡും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. സോ അതിൽ നിന്ന് JD ഈക്വൽ ടു ω⍵ε/σ ഇൻറ്റു JC. റൈറ്റ്. ബട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പം ID ആണ് കാൽക്കുലേറ്റ് ചെയ്യുള്ളത്. ദാറ്റ് മീൻസ് ഈ ഫാക്ടർ ഇൻറ്റു A ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന എലമെൻറ്റ്. ദാറ്റ് മീൻസ് ω⍵/σ ഇൻറ്റു JC ഇൻറ്റു A. റൈറ്റ്. സോ ഇനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒമേഗ തന്നെ തന്നിട്ടുണ്ട് 4 ഇൻറ്റു 10⁻10. സോ ഒമേഗ എഴുതി. നെക്സ്റ്റ് എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നുണ്ട്. സോ 8.854 ഇൻറ്റു 10⁻12 ഇൻറ്റു JC നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് 6/π ആയിട്ടാണ് ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ പൈ. ഇപ്പോൾ JC മാർക്ക് ചെയ്തു. ഇൻറ്റു ഏരിയ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്ത് പൈ ഇൻറ്റു 10⁻6. റൈറ്റ്. പൈ ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ സിഗ്മ ഇവിടെ തരുന്നത് 3 ഇൻറ്റു 10⁻7. റൈറ്റ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 700 ഇൻറ്റു 10⁻16 ആംബിയേഴ്സ് ആയിട്ട് കറണ്ട് കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. റൈറ്റ്. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.